ഹായ് ഓൾ, ഹെയർസ് ആൻഡ് ബേബീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന രണ്ട് മോഡലാട്ടോ. ഒന്ന് നമ്മൾ മാനിക്യൂറിൽ ഇട്ടിരിക്കുന്ന മോഡലും ഒന്ന് വേറൊരു ഫുൾ കവറേജ് മോഡലും. അപ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഒന്ന് ഇതിനെ നമ്മളൊരു റീല് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ബുധനാഴ്ച. അതിനകത്ത് നമ്മൾ പറയുന്നുണ്ട് ഒരു ടീനേജേഴ്സിനൊക്കെ പറ്റുന്ന തരത്തിൽ ഒരു ബി കപ്പുകാർക്ക് ഉള്ള ഒരു കവറേജ് ഉള്ള രീതിയിലുള്ള ഒരു മോഡലാണ് ഇതെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിന്റെ അകത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, നമുക്ക് ഈ ഒരു സെൻട്രൽ പോർഷൻ വന്നിട്ട് കുറച്ചും കൂടെ ഒരു കയറി കിടന്ന് ഒരു എന്താ പറയുക ടീഷർട്ടിന്റെ ഒക്കെ ഒരു നെക്ക് പോലെ, എന്ന് വെച്ചാൽ അത്രയും കയറി കിടക്കില്ലെങ്കിലും ഞാൻ പറഞ്ഞ ഒരു യു ഷേപ്പിൽ ഇങ്ങനെയാണ് അത് വന്നിരിക്കുന്നത്. അങ്ങനെയാ വന്നത്. അപ്പൊ നമുക്കെന്ന് വെച്ചാൽ ഇവിടെ ഒരു കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത്യാവശ്യം നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ട്, നമുക്ക് എന്താ പറയുക, ഞാൻ ബീക്കാർക്കാണ് കേട്ടോ കൂടുതലായിട്ട് പറയുന്നത്, നമുക്കൊരു കംഫർട്ടബിൾ ഒക്കെ ആയിട്ട് വെയർ ചെയ്യാവുന്ന തരത്തില് നമ്മുടെ ഡ്രസ്സിനനുസരിച്ച് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒരു എന്താ പറയുക ലോ നെക്ക് പോലത്തെ ഒക്കെ ഉള്ള ഒരു ഡ്രസ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനത്തെ ഒരു എന്താ പറയുക ഡ്രസ്സിന് പറ്റുന്ന തരത്തിലുള്ള ഒരു ഇന്നറായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യും. കാരണം നമ്മുടെ ഒരു എന്താ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇല്ലേ, ഒരു ഫ്രണ്ട് പോർഷൻ വന്നിട്ട് ഇത്രയും കയറി കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് അത് നല്ലൊരു എന്താ പറയുക ഒരു ക്ലീവേജ് കാര്യങ്ങളൊക്കെ, ക്ലീവേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സെൻട്രൽ പോർഷൻ കുറച്ച് കവർ ചെയ്ത് നല്ല കയറി കിടക്കുന്ന പോലെ നിൽക്കുന്നതുകൊണ്ട് അങ്ങനത്തെ ഒരു ഡ്രസ്സുകൾക്കൊക്കെ ഇതൊരു കംഫർട്ടബിൾ ആണ്. തീർച്ചയായിട്ടും നമ്മളുടെ സൽവാറിനും കാര്യങ്ങൾക്കും ഒന്നും ബുദ്ധിമുട്ടുകളില്ല. പിന്നെ ഇത് നമുക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രസ്റ്റ് എങ്ങനെയാണോ അത് ഉണ്ടാകുന്ന അതിനനുസരിച്ച് മോൾഡ് ചെയ്ത് വരുന്ന ഒരു കപ്പ് മോൾഡിങ് ആണ് ഇതിനെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പലതും കണ്ടിട്ടുണ്ട് അല്ലെ, കപ്പായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ടൈപ്പും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ പറയുന്ന സ്പേസ് ഫാബ്രിക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഫാബ്രിക് വെച്ചിട്ട് അങ്ങനെ നമ്മൾ വീഡിയോയിൽ തന്നെ നമ്മൾ പലത് ആഡ് ചെയ്യുന്നുണ്ട്. അത് പോലത്തെ അല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പകരം നമ്മൾക്ക് ഇവിടെ ഒരു പോർഷനിൽ നമുക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലോത്ത് വെച്ചിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഇട്ട് കഴിയുമ്പോൾ ആ ഒരു ഷേപ്പിലേക്ക് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാനായിട്ട് ഒരു ഇത് ചെയ്യാം. ഒരെണ്ണം എടുത്ത ഒരു ഇത് അപ്പൊ ആ ഒരു രീതിക്കാട്ടോ നമ്മൾ, അപ്പൊ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ഈ ഒരു പോർഷനിലേക്ക് പോന്നു കഴിഞ്ഞാൽ നമ്മുടെ കവറേജ് വരുന്നത് ഇങ്ങനെ. ഇപ്പൊ ഒരു ബി കപ്പുകാർക്ക് എന്ന് പറയുമ്പോൾ ഒരു കവറേജ് എന്ന് പറയുന്നത് ഇത് ധാരാളമാണല്ലോ. ഇതുപോലെയാട്ടോ ഞാൻ ഉദ്ദേശിച്ചേ. ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. ഇതിപ്പോ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നേ, ഇതുപോലെ ആയിരിക്കും ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഈ ചില സ്പോർട്സ് ബ്രായിലൊക്കെ അങ്ങനെയല്ലേ കാണുന്നത്. ഈ ഒരു പോർഷൻ വന്നിട്ട് ഇങ്ങനെ ഒരു ക്ലോത്ത് കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. അപ്പൊ എനിക്ക് നമ്മുടെ ബ്രസ്റ്റ് അതനുസരിച്ചിട്ട് മോൾഡായിട്ട് വരുമായിരിക്കും. അപ്പം ഈ ഒരു പോർഷനിൽ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വരുന്നത് ഇതേപോലെയാണ് ഒരു കവറേജും കാര്യങ്ങളും. ഇത് വന്നിട്ട് ബാക്ക് പോർഷൻ വന്നിട്ടില്ലേ ഒരു കണ്ടോ സ്ട്രെയിറ്റ് കട്ടാണ് കേട്ടോ വരുന്നത്. കണ്ടോ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ഇങ്ങനെ ഒരു രീതിയിലാട്ടോ പോകുന്നത്. സ്ട്രെയിറ്റ് കട്ടും യു കട്ടും അങ്ങനെയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഡിപ്പെൻസ് അപ്പോൾ നമ്മളുടെ ഓരോ ഇപ്പം ഇന്ന് തന്നെ ഒത്തിരി ഇന്നേഴ്സ് പല മോഡൽസിൽ ഇറങ്ങുന്നുണ്ടല്ലോ. ഒരു ബീക്കപ്പ് ആയതുകൊണ്ട് തന്നെയാണ് അവർ ഒരു 2 ഹുക്കിൽ ഈ പറഞ്ഞ പോലെ അത് കീപ്പ് ചെയ്തിരിക്കുന്നത്. ഒരു തിൻ സ്ട്രാപ്പാണ് വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ടീനേജേഴ്സ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഒരു സ്പോർട്സ് ബ്രായിൽ നിന്ന് മാറിയിട്ട് ഒരു നോർമൽ ഒരു ഇന്നർ നോക്കണം, അല്ലെങ്കിൽ ഒന്ന് പയ്യെ ഇതിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്ന മക്കൾക്ക് കൊടുക്കാനും ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. ഇതിന്റെ മോഡല് വരുന്നത് മഹീനാണ്. ഇതിന്റെ പ്രൈസ് 299 രൂപയാട്ടോ ഇതിന്റെ പ്രൈസും കാര്യങ്ങളും വരുന്നത്. ഇത് നമുക്ക് കയ്യില് ബി കപ്പ് മാത്രമാണ് അവൈലബിൾ ആക്കിയേക്കണേ. നമ്മൾ അതുകൊണ്ട് 32 തൊട്ടിട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. 32, 34, 36, 38, 40 വരെ സൈസുകളിലാട്ടോ ഇത് നമ്മൾ ഈ ഷോപ്പിൽ അവൈലബിൾ ആക്കിയേക്കുന്നത്. റെഡി ടു ഡെസ്പാച്ചും ആണ്. അതേപോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഓർഡർ പ്ലേസ് നമ്മുടെ വാട്സാപ്പിൽ പ്ലേസ് ചെയ്താൽ മതി. അടുത്തൊരു മോഡല് ഞാൻ പറഞ്ഞല്ലോ ഫുൾ കവറേജിന്റെ ആണ്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മാനിക്യൂർ ഇട്ടിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ കാണുന്ന ഒരു വേറൊരു മോഡൽ ഞാൻ പറഞ്ഞത്. അപ്പം ഈ ഒരു മോഡൽ ഇപ്പൊ നമുക്ക് എങ്ങനെ നോക്കുമ്പോ തന്നെ അറിയാം അല്ലെ, ഫുൾ കവറേജ് ആണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഈ ഫുൾ കവറേജ് എന്താണ്, അല്ലെങ്കിൽ ഈ ഫുൾ കവറേജ് നോർമൽ ബ്രായും തമ്മിൽ എന്താ ഒരു ഡിഫറൻസ് എന്നൊക്കെ നമ്മളിൽ തന്നെ അറിയില്ലാത്ത നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ടാവും. അപ്പൊ അവർക്കും കൂടെ ഒന്ന് വേണ്ടി ഞാൻ ഹെൽപ്പ് ചെയ്യുന്ന കേട്ടോ. അപ്പം എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ കവറേജ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ, നമ്മുടെ ബ്രസ്റ്റ് ഫുള്ളായിട്ട് കവർ ചെയ്ത് നിൽക്കുന്നത്. അതായത് നമ്മളുടെ ബ്രസ്റ്റിന്റെ ആ ഒരു കറക്റ്റ് സൈസിന് കറക്റ്റ് കപ്പ് നോക്കി എടുക്കണം. അതാണ് നമുക്ക് എപ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്.
അതേപോലെ തന്നെ അതിന്റെ ഫിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സ്ട്രാപ്പ് നമ്മൾ നോക്കുക, ഇവിടുത്തെ സ്ട്രാപ്പ് നോക്കുക, അടിയിലത്തെ ബാൻഡ് കാര്യങ്ങൾ നോക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് പോർഷനും നമ്മുടെ ബ്രസ്റ്റിന്റെ കപ്പിന്റെ സൈസും കറക്റ്റ് ആണോ എന്നുള്ളതും കൂടെ ഒന്ന് നോക്കി മനസ്സിലാക്കണം. അപ്പൊ ഫുൾ കവറേജ് എന്ന് പറയുമ്പം ഇത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമ്മൾക്ക് എങ്ങനെ എടുക്കണ്ടെന്നുള്ളതും നമ്മളൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഏതെങ്കിലും ഷോപ്പിൽ പോകുമ്പോൾ നമുക്കൊരു ഫുൾ കവറേജ് ബ്രാ വേണമെന്ന് പറയുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഫുൾ ആയിട്ട് നമ്മുടെ ബ്രസ്റ്റ് ആ ഒരു എന്താ പറയാ ആ ഒരു ക്ലോത്തിനുള്ളിൽ കറക്റ്റ് ഫിറ്റ് ആയിട്ട് നിൽക്കണം. ഓവർ ലൂസും പാടില്ല, ഓവർ ടൈറ്റും പാടില്ല. അപ്പം അങ്ങനെ വരുന്ന ഈ ഒരു മോഡൽ, ഇപ്പൊ ഈ മോഡൽ ഞാൻ അതുകൊണ്ടാണ് വെച്ചിരിക്കുന്നത്. ഇതൊരു ഫുൾ കവറേജ് ബ്രായാണ്. അപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല എന്താ പറയാ കവറിങ്. ഇതൊരു ബി കപ്പ് ആണെങ്കിലും എന്റെ ഒരു സജഷൻ ആണ്, ഇതൊരു സി കപ്പുകാർക്ക് നല്ല കറക്റ്റ് സീക്കാർക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ താഴത്തെ ബാൻഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് ഇന്നർ ഇലാസ്റ്റിക്കാ പോയിരിക്കുന്നത്. താഴത്തെ ഇന്നർ ഇലാസ്റ്റിക് പോയിരിക്കുന്നതുകൊണ്ട് നമുക്ക് വേറെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല, നമുക്ക് ഇറിറ്റേഷൻ ഇല്ല. ക്ലോത്തും കൊണ്ട് അത് കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. അത്യാവശ്യം നമുക്ക് ഷേപ്പും നല്ല കംഫർട്ടബിൾ ഒക്കെ ആയിട്ട് നമുക്ക് നിൽക്കാം. ഇനി ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പോർഷനിൽ എല്ലാം കറക്റ്റ് ആയിട്ട് അണ്ടർ ആംസിന്റെ അവിടെയുള്ള കാര്യങ്ങളും എല്ലാം. അത് ഞാൻ എന്തുകൊണ്ട് സി എന്ന് പറയാനും കൂടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബി കപ്പ് ആണെങ്കിലും ഒരു ബീനേക്കാളും ഇല്ലേ ഒരു നല്ല ഒരു കവറേജും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഒരു കറക്റ്റ് സി കപ്പ് ആയിട്ടൊക്കെ അറിയുന്ന കസ്റ്റമേഴ്സിന് യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നമുക്കിത് കറക്റ്റ് ഒരു എന്താ പറയാ ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു മോഡൽ തന്നെയാണ്. ഇനി ബാക്കിലേക്ക് പോരുവാണെന്നുണ്ടെങ്കിൽ അതിന് പ്രപ്പോർഷനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിന് അനുസരിച്ചിട്ടുള്ള ഒരു എന്താ പറയാ 3 ഹുക്കാണ് കൊടുത്തിരിക്കുന്നത്. ബാൻഡ് സൈസ് നോക്കുവാണെങ്കിലോ നമ്മുടെ ഷോൾഡർ ബാൻഡ് നോക്കുവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വീതിയുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇനി ബി കപ്പുകാർക്ക് ആണെങ്കിൽ കൂടിയും അവർക്ക് നോക്കുമ്പോൾ എന്താ ഒരു 3 ഹുക്കിന്റെ ഒരു എന്താ ബാൻഡുള്ള ഒരു 3 ഹുക്കുള്ള ബാൻഡുള്ള ഒരു ഇന്നർ. ഇനി സീലേക്ക് പോണവർക്കും അത് നമുക്കൊരു 3 ഹുക്ക് എന്നുള്ള രീതിയിൽ. ഇതിന്റെ മോഡൽ നെയിം വരുന്നത് ലൂസീന്നാണ് കേട്ടോ. അതേപോലെ തന്നെ 475 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. നമുക്ക് ഷോപ്പിൽ ഇത് അവൈലബിൾ ആക്കിയേക്കുന്ന സൈസ് എന്ന് പറഞ്ഞാൽ 34 തൊട്ടിട്ട് 34, 36, 38, 40, 42 വരെയും നമുക്ക് ഷോപ്പിൽ റെഡി ടു ഡെസ്പാച്ച് ആയിട്ട് നമ്മൾ റാക്കിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് പ്രൈസിൽ കുറച്ച് ചേഞ്ച് വരും കേട്ടോ. അതായത് ഒരു 42ലേക്ക് വരുമ്പോൾ ഒരു സ്ലൈറ്റ് ചേഞ്ച് വരുന്നുണ്ട്. ഞാൻ എപ്പോഴും മാനിക്യൂരിൽ ഇടുന്ന റേറ്റ് ആണ് കൂടുതലായിട്ട് പറയുന്നത്. കപ്പിന്റെ സൈസ് അനുസരിച്ചും ചില എന്താ പറയാ ഇന്നറിന്റെ സൈസ് അനുസരിച്ചൊക്കെ സ്ലൈറ്റ് ഡിഫറൻസുകൾ വരാറുണ്ട്. എല്ലാ കമ്പനിക്കാരും വരുത്താറില്ല, എന്നാൽ ചില ബ്രാൻഡുകൾ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് പ്രൈസും കൂടെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. അതേപോലെ തന്നെ നമുക്കൊരു ഫുൾ കവറേജ് ഒരു ബ്രാ നമ്മൾക്ക് സെലക്ട് ചെയ്യണമെന്ന് എങ്ങനെയൊക്കെയാണ് അതും കൂടെ ഒരു ടിപ്പായിട്ട് ഞാൻ പറയാം. നമ്മൾ സെലക്ട് ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് നമ്മളുടെ ക്ലീവേജ് പോർഷൻ, ഈ ഒരു പോർഷൻ, ഇത് ഈ ഒരു 2 പോർഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഫുൾ കവർ ആണോ നോക്കാം. അതേപോലെ തന്നെ നമ്മളുടെ ഫുള്ളായിട്ട് കപ്പ് നമ്മുടെ ബ്രസ്റ്റിനുള്ളിൽ കവർ ചെയ്യണ്ടോ നോക്കാം. അതേപോലെ ഓവർ ഇപ്പം ഇത്രയും ലൂസാണ് എടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ വന്നിട്ട് കുറച്ച് ലൂസ് ഫീൽ ചെയ്യുന്നുണ്ടാവും, ഇവിടെ ഒരു ലൂസ് ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പം അത് ഓവർ ടൈറ്റും ആവരുത് കേട്ടോ. കറക്റ്റ് ഫിറ്റിലാണോ എന്ന് നോക്കുക. ഈ ഒരു പോർഷനും നമ്മൾക്ക് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കാം. ബാക്കിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ എത്രമാത്രം നമ്മൾ സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രാപ്പ് നമ്മുടെ ഈ ഒരു ഇയറിന്റെ പോർഷന് വരെ നമ്മുടെ സ്ട്രാപ്പിന്റെ ഈ ഒരു ബക്കിൾ വന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുള്ളൂ. അതിന്റെ പുറകോട്ടും കൂടെ പോകുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് ആ ഒരു ഇന്നർ വന്നിട്ട് കുറച്ച് ലൂസ് ആണെന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെ വരുമ്പോ എന്നാണെന്നറിയോ ബാക്ക് പോർഷൻ വന്നിട്ട് കയറി പോകും. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കി നമ്മൾ വേണം എടുക്കാനായിട്ട്. അതേപോലെ എപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മൾ അറ്റ്ലീസ്റ്റ് സെക്കൻഡ് ഹുക്കിൽ ഏറ്റവും ഈ പറഞ്ഞ പോലെ ഇവിടത്തെ ഹുക്കിലിടുന്നതാണ് കറക്റ്റ് വരുന്നത്. പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മൾ സെക്കൻഡ് ഹുക്കിലെങ്കിലും നമ്മൾ ഇന്നർ ഇട്ട് നോക്കണം. എന്നാൽ മാത്രം നമുക്ക് നമ്മുടെ കറക്റ്റ് സൈസായിട്ട് അറിയാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും വിചാരിക്കും വാഷ് ചെയ്യുമ്പോൾ എങ്ങനെയാ അത് ലൂസ് ആകുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റി ഇടണ്ടേന്ന്. അങ്ങനെയല്ല. ഇത് ശരിക്കും ഇന്നറിന്റെ സൈസ് അറിയണം നമ്മൾ. അങ്ങനെ കറക്റ്റ് യു ഷേപ്പ് നമുക്ക് കിട്ടണമെങ്കിൽ ഇത് നോക്കി, ഇത് നമുക്ക് യു ഷേപ്പാണ് വന്നിരിക്കുന്നത്. സ്ട്രെയിറ്റ് കട്ടല്ല, യു ഷേപ്പാണ്. കണ്ടോ, യു ഷേപ്പാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. കണ്ടോ, മറ്റത് നമുക്ക് ഇങ്ങനെയായിരുന്നു കണ്ടിരുന്നത്. അപ്പൊ കറക്റ്റ് യു ഷേപ്പ് കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഒരു ബക്കിളുകളിലേക്ക്
നമുക്ക് ഇന്നർ കറക്റ്റ് ആയിട്ട് നോക്കി ട്രൈ ഔട്ട് ചെയ്യണം. ഇനി ഈ 2 മോഡലിൽ നിങ്ങൾക്ക് ഏതാണോ ഈ പറഞ്ഞ പോലെ ഓർഡർ ചെയ്യാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ താഴെ കാണുന്ന വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഞാൻ ഒരാളാണ് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ആ കമന്റിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മെസ്സേജ് ചെയ്തിട്ട് റിപ്ലൈ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വർക്കിംഗ് ടൈമിൽ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ അവൈലബിൾ ആണ്. 2 നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കസ്റ്റമറിന് പ്രോപ്പറായിട്ട് സർവീസ് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ആ നമ്പർ വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് വിളിക്കാം. ഈ പറഞ്ഞ പോലെ ഇങ്ങനെ മെസ്സേജ് ചെയ്തിട്ട് റിപ്ലൈ ഇല്ല, അപ്പോൾ എന്താണ്, അപ്പം നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഷോപ്പിന്റെ ടൈമിംഗ് കഴിഞ്ഞാൽ മാത്രമാണ് ആ നമ്പറിൽ നമ്മൾ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ റെസ്പോണ്ട് ചെയ്യാതിരിക്കാറുള്ളൂ. എന്നാൽ തന്നെയും ഹോളിഡേയ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ആരെയും നമ്മൾ അറ്റൻഡ് ചെയ്യാതിരിക്കത്തില്ല. അപ്പൊ മെസ്സേജ് കമന്റ് ഇട്ടതിൽ ഞാൻ റിപ്ലൈ പറഞ്ഞു എന്നേ ഉള്ളൂ. അതേപോലെ തന്നെ പ്രൈസ് കുറേ പേര് ചോദിക്കുന്നുണ്ട്. പ്രൈസ് എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അടുത്ത വീഡിയോ നമ്മുടെ വരുന്നത് ഒരു ഫീഡിങ്ങിന്റെ എന്താ പറയാ പല ടൈപ്പ് മോഡൽ ബ്രായെ കാണിച്ചിട്ടാണ്. കാരണം ഒന്ന് കമന്റ് ചെയ്തിരുന്നു ഫീഡിങ്ങിന്റെയും കൂടെ ബ്രാ ഒന്ന് വീഡിയോ ചെയ്യാവുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മൾ അടുത്ത വീഡിയോ പ്ലാൻ ചെയ്തിരിക്കുന്ന അതാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. പുതിയ വ്യൂവേഴ്സ് ഇതിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.